നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വേറൊരു പ്രത്യേകത, നമുക്കറിയാം ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഈ ചാരിറ്റബിൾ റിലീജിയസ് സ്ഥാപനങ്ങളെല്ലാം ഒരു ട്രസ്റ്റിൻ്റെ അണ്ടറിലോ ഒരു സൊസൈറ്റീൻ്റെ അണ്ടറിലോ ആയിരിക്കും വർക്ക് ചെയ്യും. ഒരു സൊസൈറ്റീൻ്റെ അണ്ടറിൽ നമുക്ക് മൾട്ടിപ്പിൾ ഓർഗനൈസേഷൻസ് മീൻസ് അസോസിയേഷൻസോ നമുക്കിവിടെ വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്കൂളാണെങ്കിൽ ഇല്ലൊരു ഓർഗനൈസേഷൻ ഒരു ട്രസ്റ്റിൻ്റെ അണ്ടറിൽ മൾട്ടിപ്പിൾ സ്കൂൾസ് റൺ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ കണക്കുകളെല്ലാം കൺസോളിഡേറ്റ് ചെയ്ത് സിംഗിൾ അക്കൗണ്ടായിട്ടാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. ഇതൊരു വലിയ ഹെഡേക്കാണ്. ഫോർ എക്സാമ്പിൾ ഒരു 10 സ്കൂളുകൾ ഉണ്ടെങ്കിൽ 10 സ്കൂളുകൾ ഡിഫറെൻറ്റ് പ്ലേസസിലായിരിക്കും. ഈ 10 സ്കൂളുകളുടെയും അക്കൗണ്ട് കൊടുക്കേണ്ടത് ഒരൊറ്റ സിംഗിൾ റിപ്പോർട്ടായിട്ടാണ് കൊടുക്കുന്നത്. 10 സ്ഥലത്ത് ചെയ്യുന്ന കണക്കുകൾ എപ്പോഴും നമുക്കിത് കൺസോളിഡേറ്റ് ചെയ്യാനാണ് ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു വർക്കാണ് നമുക്ക്. ഇതിനെ നമുക്ക് ഒരു പർട്ടിക്കുലർ ടെസ്റ്റിൻ്റെ അണ്ടറിലേക്ക് നമ്മുടെ കോംപ്ലക്സിൽ കൊണ്ടുവരികയും അതിന് കൺസോളിഡേഷൻ്റെ ഒരു റിപ്പോർട്ട് ഒരു സിംഗിൾ ക്ലിക്കിൻ്റെ മുകളിൽ എൻറ്റയർ യൂണിറ്റ്സിൻ്റെ ഡേ ബുക്ക് മുതൽ ബാലൻസ് ഷീറ്റ് വരെ, എക്സാമ്പിൾ ഡേ ബുക്ക്, ലെഡ്ജർ, റിസർവ്, ഇൻകം, എക്സ്പെൻഡിച്ചർ, ബാലൻസ് ഷീറ്റ്, എല്ലാ റിപ്പോർട്ട്സും ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം തന്നെ കൺസോളിഡേറ്റ് ചെയ്ത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് വേറൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഇപ്പോൾ കാണാറില്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇരിക്കുന്നത് ഫസ്റ്റാണ് ഈ ഒരു ആപ്ലിക്കേഷൻ.